അതെ, എയർ ഫ്രയറിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് ശരീരത്തിന് കേടാണോ? നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് റീലിന്റെ താഴെ കഴിഞ്ഞ ദിവസം വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ എന്റെ പഴയ എയർ ഫ്രയർ കാണിച്ചു തരാം, എന്തുകൊണ്ടാണ് അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിയെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് എന്റെ പഴയ എയർ ഫ്രയർ ആണ്. ഇത് അതിന്റെ ഫ്രൈയിങ് പാനും ഇത് അതിന്റെ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലേറ്റും ആണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നോൺ സ്റ്റിക്കാ. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ നോൺ സ്റ്റിക് ആണ് ഇതിലെ പ്രശ്നക്കാരൻ എന്നാണ്. വളരെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ടെഫ്ലോൺ, BPA പോലുള്ള കെമിക്കൽസ് പുറത്തു വന്നിട്ട് അത് നമ്മുടെ ഫുഡിനെ ടോക്സിക് ആക്കുമെന്നാണ് ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക് ഒഴിവാക്കിയിട്ട് അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ഒരു എയർ ഫ്രയർ വാങ്ങി. അകത്ത് സെറാമിക് കോട്ടഡ് ആയിട്ടുള്ളതും ഗ്ലാസ് ഉള്ളതും ഒക്കെ സേഫ് ആണെന്ന് കേട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ച് ചില്ലി പനീർ ഉണ്ടാക്കാൻ വേണ്ടി പനീർ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഈ ഫ്രൈയിങ് ബാസ്ക്കറ്റ്. നമുക്കൊരു 12 മിനിറ്റ്സ് മതി. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പൊട്ടാറ്റോ പോലുള്ള സ്റ്റാർച്ചി ഫുഡ് ഐറ്റംസ് ഹൈ ടെമ്പറേച്ചറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ, അത് നമുക്ക് എന്തായാലും കേടാണ്. അതുകൊണ്ട് ഈ ബേൺഡ് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നത്. അതിപ്പോ എയർ ഫ്രയറിലായാലും ഫുഡ് കരിഞ്ഞു തുടങ്ങുമ്പോൾ ഈ കെമിക്കൽ ഉണ്ടാവും കേട്ടോ. അത് എയർ ഫ്രയറിന്റെ കുഴപ്പമല്ലേ. നോക്കിക്കാൻ നല്ല സോഫ്റ്റ് കണ്ടോ. ഞാൻ അതെല്ലാം ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എയർ ഫ്രയർ ഒരു സേഫ് ഓപ്ഷൻ ആണ്. അകത്തെ കോട്ടിങ്ങിന്റെ കാര്യവും ഓവർ കുക്ക് ആകാതെ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് ഞാൻ സോസ് ഒക്കെ ചേർത്ത് ചില്ലി പനീർ ആക്കും കേട്ടോ.